بسم الله الرحمن الرحيم. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട സമയത്ത് അന്നൊരു സൂര്യഗ്രഹണം സംഭവിച്ചു. അന്നുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടത് കാരണമാണ് സൂര്യഗ്രഹണം സംഭവിച്ചത്. ഒരു കള്ളപ്രവാചകനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ സമയം വളരെ സിമ്പിളായിട്ട് മിസ്യൂസ് ചെയ്യാമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വിളിച്ചു കൂട്ടുകയും അവരോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ മാത്രമാണ്. അത് ഒരാളുടെ ഈ സൂര്യഗ്രഹണം സംഭവിക്കുന്നതോ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നതോ ഒന്നും തന്നെ ഒരാളുടെ മരണമായിട്ടോ ജനനമായിട്ടോ ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സത്യപ്രവാചകനായതുകൊണ്ട് മാത്രമാണ് ആ സമയത്ത് സത്യം പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല ചാൻസ് ആയിരുന്നു അത്. അന്നുണ്ടായിരുന്ന ആളുകൾ മൊത്തം കണ്ട കാര്യമാണ് സൂര്യഗ്രഹണം. അള്ളാഹുവിൻ്റെ റസൂലിന് മകൻ മരണപ്പെട്ട സമയത്ത് സൂര്യഗ്രഹണം സംഭവിച്ചു എന്നുള്ള പ്രചരണം ശക്തമാവുകയും ചെയ്തു. അവരുടെ അന്ധവിശ്വാസം കൂടിയായിരുന്നു. ഒരാൾ മരിച്ചത് കാരണം സ്വാഭാവികമായിട്ട് സൂര്യഗ്രഹണം സംഭവിക്കും എന്നൊരു അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് അന്ധവിശ്വാസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മതം വളർത്താമായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹം സത്യപ്രവാചകനായതുകൊണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞു, ഇത് സൂര്യനും ചന്ദ്രനുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. അതൊന്നും തന്നെ ഈ ഒരാളുടെ മരണമായിട്ടോ ജനനമായിട്ടോ ബന്ധമില്ല. 2ാമത്തെ പോയിന്റ്, ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്നുള്ളതാണ് 2ാമത്തെ പോയിന്റ്. നേരത്തെ പറഞ്ഞ 2 പോയിന്റ് 1 പോയിന്റ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരു കാരണം ഉണ്ടായിരിക്കും. അള്ളാഹു കളിയായിക്കൊണ്ടൊന്നും സൃഷ്ടിക്കാറില്ല. നമ്മൾ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഫൈൻ ട്യൂണിങ്, അതായത് കൃത്യമായിട്ട് ട്യൂൺ ചെയ്യപ്പെട്ട രീതിയിലാണ് പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്, അത് നിലനിൽക്കുന്നതും. അത് യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ സമയത്തും വളരെ ചെറിയ വേരിയേഷൻസ് പോലും പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് പ്രപഞ്ചത്തിൽ വളരെ ചെറിയ ചേഞ്ചസ് വന്നാൽ പോലും പ്രപഞ്ചം ഇല്ലാതാവും. പ്രപഞ്ചത്തിൻ്റെ പെർഫെക്റ്റ് ഡിസൈനിങ്ങും ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുള്ള പെർഫെക്റ്റ് ഇൻഫർമേഷൻസ്, ഇതെല്ലാം തന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇതൊരു ഒരു ഇൻ്റലിജൻറ്റ് ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഏത്യസ്റ്റുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഹദീസ് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഏത്യസ്റ്റുകൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, നിങ്ങളുടെ ദൈവത്തിന് എന്തുകൊണ്ട് ഒരു ചെറിയ ഗ്രഹം ഉണ്ടാക്കിക്കൂടാ, ഒരു ചെറിയ പ്ലാനറ്റ് ഉണ്ടാക്കിക്കൂടാ, എന്തിനാണ് വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താ, ഈ സൂര്യഗ്രഹണം കൊണ്ട് എന്താണ് ആവശ്യം, ഈ സോളാർ എക്ലിപ്സ് കൊണ്ട് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഹോൾ കൊണ്ട് എന്താണ് ആവശ്യം, ഇത്ര ഗാലക്സികൾ കൊണ്ട് എന്താണ് ആവശ്യം, ഇതിനൊക്കെ ആവശ്യമുണ്ടോ, ജൂപ്പിറ്ററിനെ കൊണ്ട് ആവശ്യമുണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ തേടുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ്. ചില പർപ്പസ് നമുക്ക് അറിയണമെന്നില്ല, ചിലത് നമുക്കറിയാം. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മൾ പഠനം പോലും നമ്മളുടെ ഒരു പർപ്പസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തി. അദ്ദേഹം ഈ സൂര്യനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പർപ്പസ് അദ്ദേഹം നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ് സയൻസ് എന്ന് പറയുന്നത്? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഒരു സയൻറ്റിസ്റ്റ് റിസർച്ചർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചത്തിന് മുഴുവനായി കിടക്കുന്ന ഇൻഫർമേഷൻസ് എടുത്ത് അത് ജനങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. നോക്കിക്കോ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ, ഈ ഇക്വേഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ഇതിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ഇൻഫർമേഷൻ അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പഠിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതിലെല്ലാം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നമുക്ക് ഇതിലെല്ലാത്തിനും പർപ്പസ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണ്? കൊറോണ എന്നുള്ളതാണ്. സൂര്യൻ്റെ കൊറോണ, അതായത് സണ്ണിൻ്റെ കൊറോണ. സൂര്യൻ്റെ കൊറോണ എന്താണ്? 2ാമത്തെ പോയിന്റ്, ഇതിനെക്കുറിച്ച് നമ്മളെങ്ങനെ നിരീക്ഷിക്കാൻ സാധിക്കും? 3ാമത്തെ പോയിന്റ്, നമ്മളുടെ സ്റ്റഡീസ് ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. 1ാമത്തെ ചോദ്യം, എന്താണ് സൂര്യൻ്റെ കൊറോണ? സൂര്യൻ്റെ കൊറോണ എന്ന് പറയുകയാണെങ്കിൽ, സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് കുറച്ച് അകന്ന് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കാണപ്പെടുന്ന ഒരു വലിയ റീജിയനാണ് സൂര്യൻ്റെ കൊറോണ എന്നറിയപ്പെടുന്ന ഏരിയ. ഈ ഏരിയയിൽ ചില പ്രത്യേകതകളുണ്ട്. 1ാമത്തെ പ്രത്യേകത, അത് വളരെ ഡിമ്മാണ്, ബ്രൈറ്റ്നസ് വളരെ കുറവാണ്. സൂര്യൻ്റെ ഉപരിതലത്തിൽ വളരെ ബ്രൈറ്റ്നസ് കൂടുതലും സൂര്യൻ്റെ കൊറോണ എന്ന ഏരിയയിൽ ഏകദേശം 10 മില്യൺ മടങ്ങ് ബ്രൈറ്റ്നസ് കുറവുമാണ്.
ഇനി വേറൊരു അത്ഭുതം ഇവിടെ കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞോ? അതെന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ക്യാമ്പ് ഫയർ ഉണ്ട് വിചാരിച്ചു. നമ്മൾ ആ ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് ചൂട് കൂടും. ക്യാമ്പ് ഫയറിൻ്റെ അടുത്തുനിന്ന് മാറി മാറി ദൂരത്തോട് പോകുന്ന സമയത്ത് നമുക്ക് ചൂട് കുറയും. അങ്ങനെ സംഭവിക്കാറുള്ളത് സ്വാഭാവികമായിട്ടും സൂര്യനിലും അങ്ങനെ സംഭവിക്കണമല്ലോ. എന്നാൽ അങ്ങനെയല്ല. സൂര്യൻ്റെ ഉപരിതലത്തിനേക്കാൾ ചൂട് കൂടുതലാണ് അകന്നു നിൽക്കുന്ന കൊറോണ റീജിയണിൽ. അതായത് സൂര്യൻ്റെ ഉപരിതലം എന്ന് പറയുന്ന ഏരിയയിലെ ടെമ്പറേച്ചറിനേക്കാൾ ഏകദേശം 100-200 മടങ്ങ് ചൂട് കൂടുതലാണ് ഈ കൊറോണ എന്ന് പറഞ്ഞ് അകന്നു നിൽക്കുന്ന ഏരിയയിൽ. അപ്പോൾ ഇത് സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്റ്ററിയാണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സംഭവിക്കാൻ കാരണമായിട്ടുള്ള ഒരു പ്രത്യേക ഇൻഫർമേഷൻ, ഒരു നോളജ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. ആ ഇൻഫർമേഷൻ എടുക്കുക, അത് ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സയൻറ്റിസ്റ്റുകളുടെ ഉത്തരവാദിത്വം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ അവർ പഠിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ അവർ ഉപയോഗിക്കുന്നത് സോളാർ എക്ലിപ്സ് സമയങ്ങളാണ്. അതായത് ടോട്ടൽ സോളാർ എക്ലിപ്സ്, സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ കൊറോണ എന്ന് പറയുന്ന ഏരിയ പ്രത്യേകമായിട്ട് പഠിക്കാൻ സാധിക്കും. അതിന് കാരണം ഇപ്പോൾ ബ്രൈറ്റായി നിൽക്കുന്ന സൂര്യൻ്റെ സർഫസ് ഉള്ളിടത്തോളം സമയങ്ങളിൽ സൂര്യൻ്റെ ഡിമ്മായി നിൽക്കുന്ന ഈ കൊറോണ ഏരിയയെക്കുറിച്ച് പഠിക്കാൻ സാധിക്കില്ല, അത് കാണാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ബ്രൈറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഡിം ലൈറ്റ് കാണാൻ സാധിക്കില്ലല്ലോ. ഈ സോളാർ എക്ലിപ്സ് സമയങ്ങളിൽ, അതായത് സൂര്യൻ്റെ സെൻറ്ററിൽ ചന്ദ്രൻ വന്ന് നിൽക്കുകയും അങ്ങനെ ഈ ചന്ദ്രൻ സൂര്യൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയെ കവർ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ചുറ്റുമുള്ള കൊറോണ എന്ന് പറയുന്ന ഡിമ്മായിട്ടുള്ള ഏരിയ നമുക്ക് വ്യക്തമായിട്ട് കാണാനും പഠിക്കാനും സാധിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് അമീർ കാസ്പി എന്നാണ്. അദ്ദേഹം ഒരു സോളർ ആസ്ട്രോഫിസിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ ടോട്ടൽ സോളാർ എക്ലിപ്സ് അഥവാ സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ഈ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. എന്നാൽ പോലും രണ്ടാമത്തെ ഒരു മെത്തേഡ്, ഇവർ ചെയ്യുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവർ ഈ സോളാർ എക്ലിപ്സ് ഇതുവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് പറയുന്ന പേര് കൊറോണ ഗ്രാഫ്സ് എന്നാണ്. അതായത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ്റെ ഒരു ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട്, ഒരു ബ്ലാക്ക് ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട്, ടെലിസ്കോപ്പും ബ്ലാക്ക് ഡിസ്ക് ഉപയോഗിച്ചുകൊണ്ട് സൂര്യൻ്റെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയയെ മറച്ചു വെച്ച് ചുറ്റുമുള്ള കൊറോണ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഇങ്ങനെ കൊറോണ ഗ്രാഫ്സ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് പഠിക്കും. അവർ ഇങ്ങനെയുള്ള പഠനങ്ങൾ വഴിയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്? ഒരു സോളാർ എക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ടുണ്ടാകുന്ന സോളാർ എക്ലിപ്സ് ആണ്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറഞ്ഞുതരാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ വേറെ എവിടെയും സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നില്ല. ഒരത്ഭുതമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ മാത്രമാണ് സോളാർ എക്ലിപ്സ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ സോളാർ എക്ലിപ്സ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ കൊറോണയെക്കുറിച്ച് ഇത്ര ശക്തമായിട്ട് പഠിക്കാൻ സാധിക്കുന്നത്. വേറെ ഒരു ഗ്രഹത്തിലും, സോളാർ സിസ്റ്റത്തിൽ വേറെ ഒരു ഗ്രഹത്തിലും ഇത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് പറയാം. ഇനി ഈ അമേരിക്കയുടെ നാസയുടെ ഒരു പാർക്കർ സോളാർ പ്രോബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെഹിക്കിള് അവർ ഈ കൊറോണ റീജിയനിലേക്ക് വിടുകയും അവിടുന്ന് പഠനം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ ചില ഇൻഫർമേഷൻ അവർ കണ്ടെത്തി. ഒന്നാമത്തെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ സർഫസിൽ എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ചില ബെൻഡുകൾ കാണാൻ സാധിച്ചു. അപ്പോൾ അവരത് കമ്പയർ ചെയ്യുന്നത് സ്വിച്ച് ബാക്സുമായിട്ടാണ്. സ്വിച്ച് ബാക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ചുരത്തിലുള്ള ഒരു വഴികൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുന്ന ചില ചുരുണ്ട് കിടക്കുന്ന റോഡുകൾ. അപ്പോൾ അങ്ങനെ അടുപ്പിച്ച് കിടന്ന വലിയ ബെൻഡുകളെയാണ് നമ്മൾ സ്വിച്ച് ബാക്സ് എന്ന് പറയാറ്. അപ്പോൾ ഇങ്ങനെ എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്വിച്ച് ബാക്സ് 100-ലധികം അവർ ഈ സർഫസിൽ കണ്ടെത്തി. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്വിച്ച് ബാക്സ് കാരണമാണ് ഈ കൊറോണ എന്ന് പറയുന്ന റീജിയണിൽ ടെമ്പറേച്ചർ കൂടുതലെന്നാണ്. അതിനവർക്ക് സപ്പോർട്ടീവായിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ പാർക്കർ സോളാർ പ്രോബ് എന്ന് പറയുന്ന നാസയുടെ പര്യവേഷണ വാഹനം അത് ഏകദേശം 14 വട്ടം സൂര്യനെ ചുറ്റി ഒരു 14 ലാബ്സ് സൂര്യനെ ചുറ്റിയെടുത്ത് വരികയും അത് പുതുതായിട്ട് കണ്ടെത്തിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇത് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്വിച്ച് ബാക്സ് അല്ലെങ്കിൽ എസ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ബെൻഡുകൾ സൂര്യൻ്റെ സർഫസിൽ കാണുന്നു എന്നല്ലാതെ കൊറോണ റീജിയനിൽ കാണുന്നില്ല.
അപ്പോൾ അത് വെച്ചിട്ടാണ് സയൻറ്റിസ്റ്റുകൾ ഒരു ഹൈപ്പോത്തസിസ് കൊണ്ടുവരുന്നത്. അവർ പറയുന്നത് ഓക്കെ അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർഫസിലുള്ള എസ് ഷേപ്പ്ഡ് ബെൻഡുകളായിരിക്കാം ഈ കൊറോണ റീജിയനിൽ ടെമ്പറേച്ചർ കൂടാൻ കാരണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇതുവരെ നമ്മളെ പഠനം എത്തിയിട്ടുള്ളൂ. ഇതൊരു മിസ്റ്ററിയാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് പോകുമ്പോൾ ചൂട് കൂടണം, ക്യാമ്പ് ഫയറിന് അകന്ന് പോകുമ്പോൾ ചൂട് കുറയണം. അതാണ് സംഭവിക്കേണ്ടത്. നേരെ തിരിച്ച് സൂര്യൻ്റെ അടുത്ത് പോകുമ്പോൾ ചൂട് കുറയുകയും സൂര്യൻ അകന്ന് പോകുമ്പോൾ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. സൂര്യൻ്റെ അകന്ന് പോകുന്ന സൂര്യൻ്റെ കൊറോണ റീജിയണിൽ ചൂട് കൂടുതലും സർഫസിൽ ചൂട് കുറവുമാണ്. അപ്പോൾ ഇതൊരു മിസ്റ്ററിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ്. അപ്പോൾ ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഡിസംബർ 24-ന് ഈ വർഷം ഡിസംബർ 24-ന് വീണ്ടും ഈ പ്രോബ് ഉപയോഗിച്ചുകൊണ്ട് അവർ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാസ. അപ്പോൾ കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മിസ്റ്ററികൾ കൂടുതൽ അൺലോക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ചുരുക്കം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഭാസങ്ങളായാലും ശരി വസ്തുക്കളായാലും ശരി ഇതെല്ലാം ഓരോ പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് നമ്മൾ കണ്ടെത്തുന്നതാണ്. നമ്മളാണ് ആ പർപ്പസ് മനസ്സിലാക്കുന്നത്. ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പർപ്പസാണ്. ഇപ്പോൾ ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, അറിവ് നേടുക എന്നുള്ളത് ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ പർപ്പസാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്. ഇനി നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. കൂടുതൽ വീഡിയോസ് ഇടാനായിട്ട് എനിക്കൊരു മോട്ടീവ് കൂടിയാവും. എന്തായാലും അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.